എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും മർത്താൻ മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. CMC കോൺഗ്രിഗേഷന്റെ എറണാകുളം വിമല പ്രോവിൻസ് അംഗമായ സിസ്റ്റർ സുധാ CMCയുടെ ജീവിതം നിരവധി സേവന മേഖലകളാൽ അനുഗ്രഹീതമാണ്. അടിസ്ഥാനപരമായി ഒരധ്യാപിക എന്ന നിലയിൽ നിന്നുയർന്ന് തനിക്ക് ലഭിച്ച കഴിവുകൾ കൊണ്ട് കൂടുതൽ ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്കായി തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെക്കുവാൻ ഈ സമർപ്പിതയ്ക്കായി CMC വിമല പ്രോവിൻസിന്റെ കീഴിൽ നിരവധി ഭക്തിഗാന സമാഹാരങ്ങളും ടെലിസിനിമകളും സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങി. പ്രശസ്തരായ ഗായകരെയും അഭിനേതാക്കളെയും അണിനിരത്തി ചന്ദനത്തേരിൽ, പനിനീർ പൂക്കൾ, മധുമൊഴി തുടങ്ങി നിരവധി ഗാനസമാഹാരങ്ങളും കുടുംബം, മഞ്ഞുതുള്ളികൾ, പ്രവാഹം തുടങ്ങി നിരവധി ടെലിസിനിമകളും പുറത്തിറക്കി മാധ്യമ സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങൾക്കും സിസ്റ്റർ ഇന്ന് നേതൃത്വം നൽകുന്നു. അധ്യാപന രംഗത്തും കലാപ്രവർത്തന രംഗത്തും ആത്മീയ രംഗത്തും സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്ന സിസ്റ്റർ തൻ്റെ ജീവിതം ശാലോം TV പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെക്കുന്നു. മർത്താൻ മേരി പ്രോഗ്രാമിലേക്ക് സിസ്റ്ററിന് സ്നേഹപൂർവ്വം സ്വാഗതം. ശാലോം TV പ്രേക്ഷകർക്കായി സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിസ്റ്റർ സുധാ CMC. എൻ്റെ വീട് പാലാരൂപതയിലെ കോതനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഇടവകപ്പള്ളി കോതനല്ലൂർ പള്ളി തന്നെയാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. കുറേ വർഷങ്ങളായിട്ട് അവിടെ ഇരട്ട സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് കന്തീശങ്ങളാണ് അവിടുത്തെ വിശുദ്ധർ, സെയിൻറ്റ് ഗെർവാസീസ് ആൻഡ് പ്രോത്താസീസ്. അതുകൊണ്ട് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. എല്ലാ വർഷവും ജൂൺ 19 പെരുന്നാൾ. വലിയ വിശുദ്ധരാണ് അവർ. സിസ്റ്ററിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച്? എൻ്റെ മാതാപിതാക്കൾ, അപ്പൻ്റെ പേര് ജോസഫ്, അവതസാറെന്നും പറയുമായിരുന്നു. പുള്ളി ഒരു അധ്യാപകൻ ആയിരുന്നു. അമ്മ ഒരു കുടുംബിനി. പിന്നെ അപ്പന് ഇങ്ങനെ ഒരു വലിയ സ്ഥാനമൊക്കെ സ്വന്തം പരിശ്രമത്തിൽ നിന്നാണ്. വലിയ സംസ്കൃത പണ്ഡിതനും മഹാകവിയൊക്കെ ആയി തീർന്നു. മഹാകവി കോതനല്ലൂർ ജോസഫ് എന്നാണ് പേര്. ഞങ്ങൾ മക്കൾ 8 പേരാണ്. അപ്പോൾ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ച് വലുതാക്കണം എന്നതാണ് അപ്പൻ്റെ ആഗ്രഹം. അതൊക്കെ അപ്പന് സാധിച്ചു കിട്ടി. ഞങ്ങൾ 8 പേരും വളർന്ന് വലുതായി ജോലിക്കാരായി. ഇപ്പോൾ കോൺവെൻറ്റിൽ ചേരണമെങ്കിലും കല്യാണം കഴിക്കണമെങ്കിലും പഠനം കഴിഞ്ഞ് ജോലിയായിട്ട് എന്തിനു വേണമെങ്കിലും പൊയ്ക്കോന്നായിരുന്നു അപ്പൻ്റെ ആഗ്രഹം. പിതാവ് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഒത്തിരി വഴിത്തിരിവായിട്ടുണ്ടോ, സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. വലിയ ഭക്തരായ മാതാപിതാക്കളായിരുന്നു. പിന്നെ പിതാവ് ഈ അധ്യാപകൻ എന്ന നില തന്നെയല്ല, എല്ലാ തരത്തിലുള്ള കഴിവുകളുടെ ഉടമയായിരുന്നു. നല്ല സംഗീതജ്ഞനായിരുന്നു, വയലിനിസ്റ്റ്. ഇപ്പോൾ വയലിനിസ്റ്റ് പറയാം, അന്നൊക്കെ ഫിഡിലിസ്റ്റ് എന്നാണ് പറയുന്നത്. വലിയ പരിപാടികൾക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ 2 കൈ കൊണ്ടും വരയ്ക്കുമായിരുന്നു, കൊത്തുപണി ചെയ്യും, എല്ലാ പരിപാടിയും നടത്തുന്ന. അതിൽ കഴിവുകളിലും ജീവിതത്തിലും എല്ലാം എനിക്ക് ഒത്തിരി സ്വാധീനമുണ്ട്. സിസ്റ്ററിൻ്റെ ബാല്യകാലത്തെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് വിവരിക്കാം. ബാല്യകാലത്ത് മാതാപിതാക്കളൊക്കെ നല്ല പ്രാർത്ഥന വിശ്വാസമൊക്കെ ഉള്ളവരായിരുന്നു. അവർ പറയുന്നതനുസരിച്ച് നമ്മളും കുടുംബ പ്രാർത്ഥനയും മറ്റ് പ്രാർത്ഥനകളും പിന്നെ പള്ളിയിലെ കുർബാനയ്ക്ക് പോകുകയും അതുപോലെ വേദപാഠം പഠിക്കാനൊക്കെ പോകുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു. അസാധാരണമായിട്ടൊന്നുമില്ല, സാധാരണ കുടുംബത്തിലെ പ്രാർത്ഥനകളൊക്കെ രീതികളൊക്കെ. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഈ സ്കൂളിൽ നിന്നൊക്കെ പോകുന്ന വഴിക്ക് സിസ്റ്റേഴ്സ് പറഞ്ഞു തരുമായിരുന്നു, നിങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ട് പോകണമെന്നൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ട് ഓരോ രഹസ്യം ചൊല്ലി അങ്ങനെയൊക്കെ പോകുമായിരുന്നു. എല്ലാവരും സ്നേഹത്തിലും ഒക്കെ ആയിരുന്നു. സിസ്റ്ററിൻ്റെ പഠന മേഖലകളെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 7ാം ക്ലാസ് വരെ കോതനല്ലൂർ തന്നെ സ്കൂളിൽ പഠിച്ചു. 8ാം ക്ലാസ് ആയപ്പോഴേക്ക് മുട്ടുചിറ ഇവിടെ അൽഫോൻസാമ്മയുടെ ഒക്കെ നാടുണ്ടല്ലോ, അവിടുത്തെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർക്കണേ,
എൻ്റെ ഫാദർ അൽഫോൻസാമ്മയുടെ കൂടെ മുട്ടുചിറ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്. ഞങ്ങൾക്കൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ മുട്ടുചിറ ഗവൺമെൻറ് സ്കൂളിലല്ല, പിന്നെ കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പോകാനായിട്ട് എനിക്കൊരു ചെറിയ പേടിയായിരുന്നു. കാരണം ഇംഗ്ലീഷൊക്കെ അല്ലേ അവിടെ എന്നൊരു ചിന്തയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹിന്ദി പഠിക്കാൻ നോക്കി. ഹിന്ദി വിദ്വാനൊക്കെ ഉണ്ടല്ലോ അന്ന്. ഹിന്ദി പഠിച്ചു തുടങ്ങിയപ്പോഴേക്ക് കുറച്ച് നാൾ അവിടെ പഠനം ആരംഭിച്ചപ്പോഴേക്ക് എനിക്ക് കണ്ണിന് അസുഖം വന്നു. അതങ്ങ് നീണ്ടു നിന്നു. അപ്പോൾ ഹിന്ദി പഠനം വിട്ടു. പിന്നെ എൻ്റെ ഫാദർ സാഹിത്യ വിശാരദിന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു വീട്ടിലെ കുറേ കുട്ടികൾക്ക്. ഞാൻ ആ കൂടെ കൂടി. അങ്ങനെ ആ കൂടെ കൂടി 1 വർഷം പഠനം ഏതാണ്ടായപ്പോഴേക്കും ഈ മുണ്ടശ്ശേരിയുടെ ഒരു നിയമം വന്നു, സാഹിത്യ വിശാരദ നിർത്തിക്കളയണമെന്ന്. അപ്പോൾ അത് നിർത്തി പിന്നെ വിദ്വാനാക്കി. അപ്പോൾ ഞാൻ ആ കാര്യം വിട്ടു. അപ്പോൾ പ്രീ യൂണിവേഴ്സിറ്റിക്കൊക്കെ എൻ്റെ കൂട്ടുകാർ പോയിട്ടപ്പോൾ ജയിച്ചു വന്നു. 1 വർഷമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഓർന്നാൽ എനിക്കും പറ്റും. അപ്പം അങ്ങനെ ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നു. പിന്നെ ഡിഗ്രി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ മുതലക്കോടമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആദ്യം പോയി ജോയിൻ സ്കൂള് അവിടെ 1 വർഷം പഠിപ്പിച്ചു. പിന്നെ ബി.എഡിന് പോയി. ബി.എഡ് കഴിഞ്ഞിട്ട് പിന്നെ ബി.എഡ് പാസ്സായി നിൽക്കുന്ന സമയത്താണ് സിസ്റ്റേഴ്സ്, ഈ സെൻറ്റ് മേരീസിലെ സിസ്റ്റേഴ്സ് പാലാരൂപതി കോർപ്പറേറ്റിൽ വന്ന് അവിടെ ജോലിക്ക് ആളെ ഇല്ലാഞ്ഞിട്ട് അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്ന്, അങ്ങനെയാണ് ഈ സെൻറ്റ് മേരീസ് വരാനായിട്ട് ഇവിടെ വന്നത്. സാധാരണ 10ാം ക്ലാസ്സിന് ശേഷം എല്ലാവരും സന്യാസ ജീവിതത്തിലേക്ക് വരികയാണല്ലോ ചെയ്യുന്നത്. സിസ്റ്റർ അത് കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ വന്നേ? അതെന്തായിരുന്നു പിന്നെ അങ്ങനെ ഒരു ഇതിലേക്ക്? എൻ്റെ ഫാദറിനൊരാഗ്രഹം ഉണ്ടായിരുന്നല്ലോ, പഠനമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടേ പോകാവൂ എന്ന്. കാരണം അരിക്കുള്ള കാശ് ഉണ്ടാക്കിയിട്ടേ പോകാവുള്ളൂ, പിന്നെ ഒരു കുറവ് വരരുതെന്നായിരുന്നു എൻ്റെ അപ്പൻ്റെ ആഗ്രഹം. അതൊരു കാര്യമുണ്ട്. പിന്നെ ഓരോ സമയമുണ്ടല്ലോ, എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാതാവിനോടൊക്കെ എനിക്ക് വലിയ ഭക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലങ്ങനെ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയൊക്കെ ഉണ്ടല്ലോ, മാതാവിനെന്നെ ഉന്തി 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 ഭയങ്കര കഴിവൊന്നും പഠനത്തിലുണ്ടായിരുന്നില്ല. എന്നാലും ഒരു ക്ലാസ്സിലും നോക്കാതെ അങ്ങനെ അങ്ങോട്ട് പോന്നു. പിന്നെ ഈ 5ാം ക്ലാസ്സിൽ വന്നപ്പോഴേ ഇടയ്ക്കിട്ട് പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടോ ഓർക്കുമ്പോൾ പറയണമല്ലോ. 5ാം ക്ലാസ് ഞാനായിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ് പോയി, ഒരു കണ്ണിൻ്റെ. ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഫാദർ അന്ന് പെരുമ്പാവൂർ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും വരില്ലല്ലോ. വന്നിങ്ങനെ എന്നെ ഇങ്ങനെ പുന്നാരിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് കണ്ണ് വെളുത്തിരിക്കുന്നത്. പിന്നെ ചികിത്സിക്കാൻ തുടങ്ങിയപ്പോൾ വിളക്ക് പോലും കാണാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചികിത്സിച്ച് 2-3 കോഴ്സ്, ഞങ്ങൾ ഫാമിലിയായിട്ട് വൈദ്യന്മാരും കൂടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മരുന്ന് ഇങ്ങനെ കഴിച്ചെങ്കിലും 2-3 കോഴ്സ് കഴിഞ്ഞിട്ടൊന്നും ആയില്ല. അപ്പോഴാണ് അൽഫോൻസാമ്മയ്ക്ക് നേർച്ച നേർന്നുകൊണ്ട് അടുത്ത ഒരു കോഴ്സും കൂടെ തുടങ്ങി. അന്ന് വിളക്ക് കാണാൻ തുടങ്ങി. ഇങ്ങനെ കണ്ണിന് കാഴ്ച കിട്ടിയ വലിയൊരു കാര്യമുണ്ട് അൽഫോൻസാമ്മ വഴി. പിന്നെ ഓർത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കോൺവെൻറ്റിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ മിഷൻ ഇതുണ്ടല്ലോ, മിഷൻ ലീഗൊക്കെ, അതിൻ്റെയൊക്കെ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോഴേ ഇങ്ങനെ മിഷനെ പറ്റിയൊക്കെ മഞ്ഞണിഞ്ഞ മാമലയുടെ അപ്പുറം പോയി ഇങ്ങനെ വചനം പ്രഘോഷിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹരമായിരുന്നു. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ പോയി ചെയ്യണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബി.എഡൊക്കെ ആയപ്പോൾ ഞാൻ ഈ പാലായിലവിടെ മിഷൻ്റെ ഇതുണ്ട്. അപ്പം മിഷന് പോകണമെന്ന് പറഞ്ഞ് പേരൊക്കെ കൊടുത്തതാണ്. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ സമയത്തിൻ്റെ തികവിലാണ് പിന്നെ ഞാനിവിടെ 6 വർഷം പഠിപ്പിച്ചിട്ടാണ് പിന്നെ ഞാൻ കോൺവെൻറ്റിൽ ചേർന്നത്. ഏത് വർഷമാണ് സിസ്റ്റർ മഠത്തിൽ ചേർന്നത്? 1972 ചേർന്നത്. 74 സിസ്റ്ററായി. എന്തുകൊണ്ടാണ് CMC കോൺഗ്രിഗേഷനിലേക്ക് തന്നെ വരാനുണ്ടായ കാരണം? അത് കാരണം ഞാൻ വാസ്തവം പറഞ്ഞാൽ പല മാമ്പഴം കണ്ട പോലെ ഞാൻ ക്ലാരമഠമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം എൻ്റെ തൊട്ടടുത്ത മഠം ഇടവകയിലെ ക്ലാരമഠമാണ്. അൽഫോൻസാമ്മയോട് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാരപുണ്യതയോട് അതിലും ഇഷ്ടമാണ്. ക്ലാരപുണ്യവതിയുടെ പേര് ഞാൻ എൻ്റെ ഒരു ആങ്ങളുടെ ഒരു മകൾക്ക് ഞാൻ തന്നെ ഇട്ടു, ക്ലാര എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ ഇവിടെ ആണല്ലോ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഫാദറും എൻ്റെ മൂത്ത ബ്രദറും ജോലി കളയണ കാര്യത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ചെന്നു. 2 ദിവസം ലീവൊക്കെ എടുത്തുകൊണ്ട് ക്ലാരമഠത്തിൽ ചേരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നു. അപ്പോഴേക്കും അവരിങ്ങനെ ശക്തമായിട്ട് പറഞ്ഞു. എൻ്റെ ഫാദർ പറഞ്ഞു, മോളെ നിനക്ക് അവിടെ തന്നെയാണ് നല്ലത്. ആങ്ങളെ പറഞ്ഞു, ശക്തമായിട്ടടി നീ വേറൊരു സ്ഥലത്തും പോകാൻ പാടില്ല. അപ്പോൾ ഞാനൊരു കരച്ചിലങ്ങോട്ട് പാസ്സാക്കി.
പിന്നെ മാതാവിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. എൻ്റെ മാതാവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞപ്പോഴത്തേക്കും മാതാവ് പെട്ടെന്ന് തോന്നിച്ചു കർമ്മലിത്തമാടോന്ന്. പിന്നെ സംശയമൊന്നുമില്ല. അപ്പം അപ്പൻ അതിനിടയ്ക്കൊന്ന് പറഞ്ഞിട്ട് മോളെ നീ എവിടെ വേണേലും പൊക്കോ എന്ന് പറയുന്നുണ്ട്. എന്നാലും മാതാവ് തോന്നിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ ആയിരുന്നു എനിക്ക്. കാരണം ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ വന്നതുകൊണ്ടാണ് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ടാണ് ഈ തിരുനടയിൽ വന്ന് പ്രവേശിക്കാൻ എനിക്ക് സാധിച്ചത്. സിസ്റ്ററിൻ്റെ മാതാപിതാക്കൾ സമ്മതമായിരുന്നോ ഈ ഒരു തീരുമാനം അവരെ അറിയിച്ചപ്പോൾ? ആദ്യമേയൊക്കെ അങ്ങനെ താല്പര്യം അല്ലല്ലോ ഞങ്ങൾ പോകണമൊക്കെ. അപ്പം എന്നാലും അത്ര ബലമൊന്നും പിടിച്ചില്ല. ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെയ്യാമെന്നുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ സിസ്റ്റേഴ്സിനോടും അച്ഛന്മാരോടും ഒക്കെ ഒത്തിരി ബഹുമാനമാണ് എൻ്റെ ഫാദറിനൊക്കെ. സിസ്റ്റർ ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ട് ചെയ്തത്? സിസ്റ്റർ ആയതിന് ശേഷം എനിക്കുള്ള ഏക ആഗ്രഹം യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു. സിസ്റ്ററായി കഴിഞ്ഞ ഉടനെ തന്നെ കരിസ്മാറ്റിക്കിൻ്റെ ഒക്കെ ടൈമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ വചനം പ്രഘോഷിക്കാൻ കൂടുതൽ സാഹചര്യമായി. അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെയുള്ള ചേരികളിലൊക്കെ ഉള്ള പാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കൂട്ടി അച്ഛന്മാരുടെയും കൂടെയൊക്കെ നേതൃത്വത്തിൽ അവരെയൊക്കെ ഇങ്ങനെ കൂട്ടി പല സ്ഥലത്തായിട്ട് കൂട്ടി ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ നടത്തുമായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഇവിടെ ചന്തയിലുണ്ടല്ലോ മാർക്കറ്റിൽ ഇങ്ങനെ ഇപ്പോഴത്തെ പോലെയല്ല, ഇപ്പം വല്ല പ്രത്യേക ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള സംഘടനയൊക്കെ ഉണ്ട്. അന്നതൊന്നുമില്ല. പിള്ളേരിങ്ങനെ കായൊക്കെ പെറുക്കി കുളിക്കാതെ അലക്കാണ്ടൊക്കെ നടക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹൗസ് വിസിറ്റിനൊക്കെ പോകും. അന്ന് ഇപ്പോഴത്തെ പോലെ അത്രയും ജോലിയില്ല അന്ന് സ്കൂളിലായാലും. അപ്പോൾ ഞാനും പിന്നെ വേറെ ഒരു സിസ്റ്റർ ഇൻകാർണേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സിസ്റ്റർ സെർജ്യൂസ്, അങ്ങനെ ഞങ്ങളെ കുറേ കൂട്ടുകാർക്ക് ഞങ്ങളിങ്ങനെ പോകും. അപ്പോൾ ഇവരെയൊക്കെ കൂടെ ഇങ്ങനെ കൂട്ടി ആഴ്ച തോറുമൊക്കെ ഇവിടെ കൂട്ടി ക്ലാസ് എന്ന് പറഞ്ഞാൽ അവരെ കളിപ്പിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിനുള്ള ഒരു തുടക്കം കുറിച്ചത് വേണമെങ്കിൽ പറയാം. അതായത് ഒരിക്കൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ പിള്ളേർ ഭയങ്കര ഇടി കൂടുക. അപ്പോൾ ഞാൻ മറ്റേ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഇൻകാർണേറ്റ് എന്ന് പറയുന്നത് അന്ന് ഞാൻ ചെറുതും സിസ്റ്റർ പ്രായമുള്ളതുമാണ്, എൻ്റെ ഹോസ്റ്റൽ വാർഡനൊക്കെ ആയിരുന്നു. സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഈ പിള്ളേരെയൊക്കെ നമുക്കൊന്ന് കൂട്ടണമല്ലോ. അപ്പോൾ പറഞ്ഞു നമുക്ക് കൂട്ടാമല്ലോ, സെപ്റ്റംബർ 8 എന്ന് പറഞ്ഞു. അപ്പോൾ സെപ്റ്റംബർ 8 അടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ സെപ്റ്റംബർ 8 തലേ ദിവസം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ നാളെ നമുക്ക് കൂട്ടണം. സിസ്റ്റർ പറഞ്ഞു, അയ്യോ ഇവരെ അങ്ങനെ വിളിച്ച വല്ലതും വരുമോ, അതുകൊണ്ട് വലിയ സമയമായില്ലെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാനും സമ്മതിച്ചു. പക്ഷേ പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവിൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ഞങ്ങൾക്കിവിടെ ബാൽക്കണി പോലെ മുകളിലൊരു സ്ഥലമുണ്ട്, സെൻറ്റ് മേരീസിൻ്റെ അവിടെ പോയിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോയെ ഇന്ന് മാതാവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഈ കാര്യം സാധിച്ചു തന്നില്ലല്ലോ, അത് സാധിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുട്ടി ഞാൻ ഓർത്തു, മാർക്കറ്റിൻ്റെ അവിടെ ഒക്കെയുള്ളൊരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈ പഠിക്കാത്ത വല്ല കുട്ടികളൊക്കെ നിൽപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവരെയൊക്കെ കൂടെ ഇന്നും 4 മണിക്കൊന്ന് വിളിച്ചോണ്ട് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ഒരാൺകുട്ടിയോട് പറഞ്ഞു, അത് പറഞ്ഞ് 21 കുട്ടികൾ വന്നന്ന്. അപ്പം മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ അത്. അപ്പം അന്ന് മുതൽ ഞങ്ങൾ പിന്നെ ഇവിടെ ഒരു ക്ലാസ് റൂമിൽ ഇവരെ കൂട്ടി ആദ്യമേയൊക്കെ ഇവർ ലോറിയുടെ അടിയിലോട്ടൊക്കെ കയറി പോകുമായിരുന്നു വിളിച്ചിട്ട് വരുമ്പോൾ. പിന്നെ ഞങ്ങളപ്പോൾ ചായയുണ്ട് കളിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ നാളങ്ങനെ ചെയ്തു. എത്ര നാളത്തേക്കുണ്ടായിരുന്നു അതെന്നാ വെച്ചാൽ അത് ഞാൻ ഇവിടുന്ന് വന്ന് സ്ഥലം മാറിപ്പോയി, കാഞ്ഞൂരെന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട്. അത് കുറേ നാൾ കഴിഞ്ഞാൽ കേട്ടോ, ഞാൻ വന്ന ഉടനെ അത് തുടങ്ങിയില്ല, സിസ്റ്ററായ ഉടനെ തുടങ്ങിയില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കുറേ വർഷങ്ങളുണ്ടായിരുന്നു അങ്ങനെ അവരെ കൂട്ടുമായിരുന്നു. പിന്നെ ഈ യുവജനങ്ങളൊക്കെ ഈ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുടിച്ചും അന്നൊക്കെ കുടിയും വലിയും പരിപാടിയൊക്കെ കുഴപ്പമുള്ള, അപ്പോൾ അതിലും കൂടിയതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേരൊക്കെ കൂടിയിരിക്കുമ്പോൾ അവരുടെയൊക്കെ അടുത്തിരുന്ന് ഞങ്ങൾ സ്നേഹിച്ച് കൂടി അവർക്കൊക്കെ ഇങ്ങനെ പറയാറൊക്കെ വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സഹകരിക്കുമായിരുന്നു. സ്നേഹിച്ചാൽ പോരെ, യൂത്ത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇച്ചിരി സ്നേഹം കിട്ടണം, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കുമല്ലേ, അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അല്ലാതെ ചെയ്തിരുന്നത് ഞാൻ ഈ സൊഡാലിറ്റി CLCയുടെ ഇടവക രൂപത സ്റ്റേറ്റിൻ്റെയൊക്കെ മോഡറേറ്ററായിട്ട് കുറച്ച് നാൾ അങ്ങനെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ആ സമയത്ത് ഇവിടെ CLCയുടെ ചുമതല അതിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്ന ഒരു ഫാദർ JK ബെർണാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനായിരുന്നു നമ്മുടെ. ആ അച്ഛനാണ് എന്നെ ആ കാര്യത്തിലൊക്കെ വളർത്തിയത്.
അങ്ങനെ ഞാൻ ഇതെല്ലാം ഒത്തിരി കോഴ്സിനും അതിന് നിന്നൊക്കെ വിട്ട് അപ്പോൾ ആ ലെവലിൽ അത് ലെവലിലും പിന്നെ കരിസ്മാറ്റിക്കിൻ്റെ പല ഇതിൽ പോകുമല്ലോ. അപ്പോൾ അതിലുമൊക്കെ ഇങ്ങനെ പോയി പങ്കെടുത്തത് കൊണ്ട് ക്ലാസ് എടുക്കാനൊക്കെ ആ ലെവലിൽ ഇടവകകളിലും പിന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും അങ്ങനെയൊക്കെ പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ കുടുംബ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോഴേ ലീവൊക്കെ എടുത്ത് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രൊവിൻസിൽ നിന്ന് അനുവദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കാഞ്ഞൂർക്ക് ഒരു സ്ഥലം മാറിപ്പോയായിരുന്നു 84-87 വരെ. ഇപ്പോൾ ആ വർഷം പോയ ആദ്യത്തെ വർഷം തന്നെ ഒരു വർഷം ലീവ് എടുത്തു. പിന്നെ അവിടെയുള്ള യുവജനങ്ങളെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ അവരുടെ ഗ്രൂപ്പും പിന്നെ അങ്ങനെ അവരൊക്കെ ഒത്തിരി ആദ്യമേയൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് അച്ഛനോട് പറഞ്ഞു വയ്ക്കും, ഇന്ന് വന്നേക്കണം കേട്ടോ എന്ന്. അങ്ങനെയൊക്കെ ഞങ്ങൾ ക്ലാസ്സൊക്കെ എടുത്തെടുത്തേ ഒരുപാട് വർഷം. അതിൽ നിന്നൊക്കെ ഒത്തിരി പേര്. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ ഒരു ഗ്രൂപ്പിൻ്റെ പേര് ജ്വാല എന്ന് പറഞ്ഞൊക്കെ ഒരു ഗ്രൂപ്പൊക്കെ ഞങ്ങളുണ്ടാക്കി. അച്ഛന്മാരൊക്കെ എന്നെ ലീഡർഷിപ്പ് സഹായിച്ചുകൊണ്ടിരുന്നു. യുവജനങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ? അത് യുവജനങ്ങളുടെ ആയിരുന്നു. യുവജനങ്ങൾ എന്തായിരുന്നു ആ ജ്വാല ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ജ്വാല ഗ്രൂപ്പിൻ്റെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഇതാണ്: ജീസസ് വിറ്റ്നസിങ് ആർഡൻറ്റ് ലിബറേഷൻ ആർമി. അതാണ് അതിൻ്റെ യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ്. യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന സ്വതന്ത്രമായ ഒരു സൈന്യം എന്നുള്ളതായിരുന്നു. മറ്റുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് യൂത്തിൻ്റെ കൺവെൻഷനൊക്കെ വന്നല്ലോ. കൺവെൻഷനൊക്കെ വരുമ്പോഴത്തേന് ഇവരെല്ലാവരും കൂടെ ഞങ്ങൾ ബസ് നിറച്ചൊക്കെ കൊണ്ടുവരുവാണ്. തേവരെ ഒരു കൺവെൻഷൻ നടത്തപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കാഞ്ഞൂരിന്ന് ഇവരെല്ലാവരും കൂടെ പാട്ട് പാടി സ്വന്തം വണ്ടി പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പേരൊക്കെ അതുവഴിയൊക്കെ ഇങ്ങനെ നല്ല നിലയിൽ ഇപ്പോഴും ഈ കാഞ്ഞൂരെന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇപ്പോഴും എനിക്ക് ബന്ധമുണ്ട്. അവിടുത്തെ യൂത്തൊക്കെ ഇപ്പോഴും പിന്നെ ഇടവക പ്രവർത്തനമൊക്കെ ഫാമിലി യൂണിയനൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് അച്ഛന്മാരുടെ ജ്വാല എന്ന് പറയുന്ന ആ സംഘടന ഇപ്പോഴും ഉണ്ട് അവിടെ, ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ അവരാരും നടത്തുന്നില്ല. പക്ഷെ ഞങ്ങൾ ജ്വാല എന്നുള്ള പേര് കളയുന്നില്ല, എല്ലാത്തിനും ജ്വാല ഇട്ടപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്. അത് സ്ത്രീകൾ മാത്രമാണ്. അതിനകത്ത് ഞങ്ങൾ ജ്വാല എന്ന് ഇട്ടേക്കണ ആ ഗ്രൂപ്പിനും പേര് കളയുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ വല്ലാണ്ട് മറ്റാരും അത് ചെയ്യുന്നില്ല. ഞങ്ങളൊരു സെറ്റങ്ങ് പോയി കഴിയുമ്പോൾ ആ പിള്ളേരൊക്കെ ഇപ്പോഴും ജ്വാല എന്നും പറഞ്ഞുകൊണ്ട് വരും. ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തോടെയൊക്കെ വരും. ചിലപ്പോൾ കണ്ടിനി നമുക്ക് കൂടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. യുവജനങ്ങൾ ഒത്തിരി പേര് പങ്കെടുത്തായിരുന്നു അല്ലേ അതിൽ? അത് നമ്മൾ എവിടെയായിരുന്നു അവിടുത്തെ യുവജനങ്ങൾ ഒത്തിരി കൂടുമല്ലോ ഇടവകയിലായിരിക്കുമ്പോഴേ. പിന്നെ പുറത്തുള്ളവർ പിന്നെ അത്ര അധികം നമ്മൾ കിട്ടിയല്ലോ, ഇടവകക്കാർ നമുക്ക് കിട്ടും. എല്ലാവരും സപ്പോർട്ടായിരുന്നു, ഇടവക ജനങ്ങളും എല്ലാവരും സപ്പോർട്ടായിരുന്നല്ലോ. കാരണം അവരുടെ മക്കളൊക്കെ നന്നായി കിട്ടുന്ന അവർക്ക് നല്ലതല്ലേ. പിന്നെ ആ കാലഘട്ടങ്ങളിലേ അന്ന് നമുക്ക് നമ്മുടെ പാറക്കാട്ടി ജോസഫ് പാറക്കാട്ടി കാർഡിനൽ പാറക്കാട്ടി പിതാവൊക്കെ ആയിരുന്നു. അപ്പോൾ എന്ത് കാര്യത്തിനും സാമ്പത്തികമൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് പിതാവ് സഹായിക്കുമായിരുന്നു. പിന്നെ അന്ന് മുതലുള്ള എല്ലാ പിതാക്കന്മാരും, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള പിതാക്കന്മാരുണ്ടല്ലോ, അടാലഞ്ചേരി പിതാവ്, സെബാസ്റ്റ്യൻ പിതാവ്, പിന്നെ ജോസ് പുത്തമ്പേട്ടി പിതാവ്, അവരൊക്കെ എല്ലാത്തിനും സഹകരിക്കുന്നതുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ കാര്യങ്ങളിലും അവർ സഹകരിക്കും. നമ്മൾ ഇന്നത്തെ ഒരു സ്ഥിതിയിലേക്ക് നോക്കുകയാണെങ്കിൽ യുവജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഘടന ഇപ്പോൾ ആവശ്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പം ആവശ്യമാണ്. ഒത്തിരി ജീസസ് യൂത്ത് എല്ലാം ഉണ്ടല്ലോ, ഏത് സംഘടന വെച്ചാലും. പിന്നെ ഞാൻ ധ്യാനമൊക്കെ നടത്തുമായിരുന്നു അങ്ങനെ അവർക്കൊക്കെ വേണ്ടിയിട്ടേ. അപ്പോൾ നല്ലതാണ്. പക്ഷേ ജ്വാല എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ഇനി അതെടുക്കുമെന്ന് നമുക്കറിയില്ല. പിന്നെ എനിക്കങ്ങനെ ഇപ്പോൾ ഓടാൻ പറ്റത്തില്ലല്ലോ എല്ലായിടത്തൂടെ. പിന്നെ സിസ്റ്ററിൻ്റെ വിദ്യാഭ്യാസം BEd കൊണ്ട് നിന്നായിരുന്നോ, അതിനുശേഷം കണ്ടിന്യൂ ചെയ്തായിരുന്നോ? അതെനിക്ക് BEdനും MAക്കും ഒരുമിച്ചായിരുന്നു അഡ്മിഷൻ കിട്ടിയത്. അതേ സമയത്ത് പ്രൊഫഷണലായതുകൊണ്ട് BEdന് തന്നെ പോകാമെന്ന് വെച്ചു. അപ്പോൾ MA എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ടീച്ചറായിരുന്നപ്പോൾ കുറച്ച് ലീവൊക്കെ എടുത്ത് പ്രൈവറ്റായിട്ട് എഴുതി അങ്ങനെ MA എടുക്കാൻ സാധിച്ചു. MAയുടെ റിസൾട്ട് അറിയാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ കോൺവെൻറ്റിൽ ചേർന്നു. അങ്ങനെയായിരുന്നു. സിസ്റ്റർ ആയതിനു ശേഷം നവീകരണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അധ്യാപനവും ചെയ്തിരുന്നല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അധ്യാപനം അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ അന്നൊക്കെ ഇപ്പോഴത്തെ പോലെ എല്ലാ സമയം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കൂടുതൽ പ്രവർത്തനത്തിന് ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ലേ ലീവ് എടുത്ത്, അപ്പോൾ വേണമെങ്കിൽ ലീവ് എടുക്കാമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ കുറച്ച് മാസങ്ങൾ ഒരുമിച്ച് ലീവ് എടുക്കണം. അങ്ങനെ എടുത്തൊക്കെ അത്യാവശ്യം വരുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നു. ഏതൊക്കെ വിഷയങ്ങളായിരുന്നു പ്രധാനമായിട്ട് എടുത്തിരുന്നത്? ഞാൻ ഇംഗ്ലീഷ് സോഷ്യൽ സ്റ്റഡീസാണ്
എടുത്തുകൊണ്ടിരുന്നത്. എങ്ങനെയായിരുന്നു കുട്ടികളുടെ ഇടയിൽ സിസ്റ്റർ എങ്ങനെയായിരുന്നു? കുട്ടികളുടെ ഇടയിൽ നമുക്ക് സന്തോഷമല്ലേ, കുറേ പേരൊക്കെ സിസ്റ്റേഴ്സായി. ഇപ്പോഴും പിള്ളേരെല്ലാം ഗ്രൂപ്പായി. ഫേസ്ബുക്ക് വന്നില്ലേ, ഫേസ്ബുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും നമ്പറൊക്കെ അവർ തമ്മിൽ കണ്ടുപിടിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ വരും. ഇപ്പോഴും എല്ലാവരും കുട്ടികളായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ചുരുക്കം ചിലർ സ്ഥിരം കോണ്ടാക്റ്റ് ഉള്ളവരുണ്ട്. പിന്നെ കുറേ പേരൊക്കെ ഇപ്പം ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞൊക്കെ വരുന്നവരുണ്ട്. ഞാനും സിസ്റ്റർ സുധയും ഇപ്പോൾ സെൻറ്റ് മേരീസ് അംഗങ്ങളാണ്. ഇതിനു മുൻപ് ഫോർമേഷനിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു. ഫോർമേഷൻ കാലത്ത് തന്നെ സിസ്റ്റർ സുധ പാട്ടുകളും പ്രാർത്ഥനകളുമെല്ലാം ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. പാട്ടുകളിൽ പാടി ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. പിന്നീട് സുധ ഫോർമേഷൻ കഴിഞ്ഞ് സിസ്റ്ററായി കഴിഞ്ഞപ്പോൾ സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിപ്പിക്കുകയും പിന്നീട് ഹെഡ് മിസ്ട്രസ് ആകുകയും ആ സമയങ്ങളിലെല്ലാം ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയായിരുന്നിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുവാനും ധ്യാനിപ്പിക്കുവാനും പ്രാർത്ഥനകൾ പഠിപ്പിക്കുവാനുമെല്ലാം വളരെ ശ്രദ്ധാലുവായിരുന്നു. CLCD സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള സിസ്റ്റർ സുധ പിന്നീട് തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ പലർക്കും താങ്ങും തണലുമായി വർത്തിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവരോട് കൂടുതൽ സ്നേഹത്തോടും അവർക്ക് വേണ്ടി പലരിൽ നിന്നുമെല്ലാം സഹായങ്ങൾ വാങ്ങി അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം ഇളംകുളത്തായിരുന്നപ്പോൾ അവിടെയുള്ള നല്ല വ്യക്തികളിൽ നിന്നും മറ്റ് സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതം ചെലവഴിച്ച വ്യക്തിയാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സിസ്റ്റർ സുധ CD-കൾ, ഡോക്യുമെൻ്ററി, ഇങ്ങനെ പല കാര്യങ്ങളും പിന്നീട് അവസാനമായി ഇപ്പോൾ ഒരു പ്രാർത്ഥനാ പുസ്തകം എല്ലാവർക്കുമായി നിർമ്മിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ വളരെ നല്ല രീതിയിൽ ആളുകൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്. എല്ലാ മാസത്തിലെയും 13-ാം തീയതി കുറച്ച് സ്ത്രീകളെല്ലാം വരും, ഒന്നിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മറ്റുള്ളവരെയും പ്രാർത്ഥനയിലേക്ക് വളർത്തുവാനുള്ള വലിയ കഴിവുണ്ട്. ഇപ്പോൾ ഇവിടെ ആയിരുന്നുകൊണ്ട് പുറത്തേക്ക് പോകുവാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഭവനത്തിലായിരുന്നു കൊണ്ട് എല്ലാവരെയും പുറത്തുള്ളവരെയും എല്ലാം പ്രാർത്ഥനയിലേക്ക് വളർത്തുവാനായി സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഉപകരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ എല്ലാവരെയും സ്നേഹത്തിലും ഐക്യത്തിലേക്കുമെല്ലാം കൊണ്ട് നടക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാണ് ഇതെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും കൂടുതലായിട്ട് നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാം ദൈവമാണ് പരിപാലിക്കുന്നത്. ദൈവം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ആ വലിയ ബോധ്യത്തോടുകൂടി ജീവിതത്തെ കരുപിടിപ്പിക്കുവാനുള്ള കൃപ ദൈവം ഇനിയും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. സിസ്റ്റർ സുധ CMCയുടെ വിശേഷങ്ങളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി അടുത്ത ആഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം.